നൂറ് അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ആദില എന്തോ പറഞ്ഞു. പക്ഷേ നൂറ് ഉടനെ എണ്ണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ കിടക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എണ്ണീറ്റങ്ങ് പോയേക്കാം. അപ്പോൾ ആദില പറയാണ്, ഇടങ്കേറാക്കാതെ വാ, ഇനി വന്ന് കിടക്ക്, ഇവിടെ വന്ന് കിടക്കൂ. പിന്നെ അമ്മാതിരി വർത്തമാനം അവിടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നൂറ ചോദിക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ് നൂറ. അപ്പോൾ ആദില പറയുന്നുണ്ട്, അങ്ങനെ പറയേണ്ടെന്ന് സാഹചര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. കാണിക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആദില പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല, വെറുതെ ഓരോന്ന് പറയണ്ടെന്ന് ദേഷിച്ച് നൂറ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയാണ്, പ്ലീസ് വെറുതെ ഇടങ്കേറാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയണമെന്ന് നൂറ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ വന്ന് കിടക്ക്, വെറുതെ ഇതാക്കാതെ വാ, ഇവിടെ വന്ന് കിടക്ക് എന്നൊക്കെ ആദില വിളിക്കുന്നുണ്ട്. പക്ഷേ നൂറ ഭയങ്കര ദേഷ്യത്തിലാണ്. അവസാനം നൂറയോട് ദേഷ്യപ്പെട്ടിട്ട് ആദില അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ആദില ടോയ്ലറ്റ് സെഷനിലേക്ക് പോയപ്പോഴത്തേന് നൂറ അവിടേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേന് ഇമാതിരി ആക്ഷനാണ് കാണിക്കുന്നത്, ഇത് മാത്രമേ അറിയത്തുള്ളൂ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുഖം വീർപ്പിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് നൂറ. വാ കിടക്കാമെന്ന് പറഞ്ഞിട്ട് നൂറ വിളിക്കുന്നുണ്ട്. അന്നേരം ആദില പറയാണ്, നീ പൊയ്ക്കോ, ഞാൻ കിടക്കാം. ആദ്യം പറഞ്ഞ് എൻ്റെ ഉറക്കം പോയി. നൂറ പറയുന്നുണ്ട്, എപ്പോഴും മോൾ എല്ലാ കാര്യവും വേറെ സെൻസിലേ എടുക്കുന്നുള്ളൂ, എന്ത് എക്സ്പ്രസ് ചെയ്താലും ഒന്നും ചെയ്യാത്ത കൂട്ടാന്ന് പറയുന്നുണ്ട് നൂറ. ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നൂറ. ആ വരാം, പൊക്കോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് വാ കിടക്കാമെന്ന് പറഞ്ഞിട്ട് നൂറ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. ഞാൻ ബേബിനോടാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പുറകെ ചെന്നിട്ട് വിളിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞാൻ വരാം, എന്നെയൊന്ന് വെറുതെ വിട്, ഇങ്ങനെ നിൽക്കാൻ അറിയാം, അല്ലാണ്ട് ഒന്നിനും കൊള്ളില്ല, പിന്നെ കുറേ കുറ്റവും കൂടെ പറയുമെന്ന് പറഞ്ഞിട്ട് നൂറ പോയി കിടക്കുകയാണ്. അങ്ങനെ നൂറ ആദില രണ്ടുപേരും കൂടെ പിണങ്ങിയിരിക്കുകയാണ്. ആദില വിളിച്ചിട്ട് നൂറ പോയില്ല, നൂറ വിളിച്ചിട്ട് ആദില വന്നില്ല. അവസാനം നൂറ ഒറ്റയ്ക്ക് വന്ന് കിടന്നപ്പോഴത്തേന് അവിടേക്ക് ആദില വീണ്ടും വരികയാണ്. വന്നിട്ട് ആദിലയും അവിടേക്ക് ചെരിഞ്ഞ് സൈഡിൽ കിടക്കുന്നുണ്ട്. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. വലിയ പിണക്കത്തിലാണെന്ന് തോന്നുന്നു രണ്ടുപേരും.